വിഷ്വൽ റൗണ്ടിൽ അടുത്തതൊരു സ്റ്റിൽ റൗണ്ടാണ്. നിങ്ങൾ ഒരു ചിത്രം ഇപ്പം കാണും. ഈ ചിത്രം ആരുടെയാണെന്ന് നിങ്ങൾ പറയണം. ഒരു തെന്നിന്ത്യയിലെ ഒരു നായികയുടെ ചിത്രമാണ്. ലയ ഒന്ന് നോക്കൂ, ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ മരിച്ചുപോയവരോ ഏതെങ്കിലും നായികയുടെ മുഖവുമായി അതിന് വല്ല സാമ്യമുണ്ടോ? സാമ്യം കാണുന്നുണ്ട്. ഞാനും സാമ്യം കാണുന്നുണ്ട്. പക്ഷെ ഇത് ആരാണെന്നുള്ളതാണ് പ്രശ്നം. എനിക്കൊരു രാജേഷിക്ക് ഒരു ക്ലൂ കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ പറയരുത്. ലയ പറയൂ. ലയ വലിയ നായികയൊക്കെ അല്ലേ? ഒരുപക്ഷെ നാളെ ചിലപ്പം ഇതുപോലൊരു നായിക ആയിക്കൂടുന്നില്ല. പക്ഷെ ആ നായികയുടെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം വേണ്ട. നായികയായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള ജയലളിത, അഥവാ ജയലളിതയുടെ ചിത്രം അല്ലെങ്കിൽ അത് ജയലളിതയായിരുന്നു. അതായത് ചലച്ചിത്ര വേദിയിലൂടെ തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ ഡോക്ടർ ജയലളിതയുടെ ചിത്രമായിരുന്നു അത്. അപ്പോൾ ഇനി അടുത്ത ഊഴം ശ്രുതിലക്ഷ്മിക്കാണ്. ശ്രുതിലക്ഷ്മി വരൂ. താങ്കൾക്ക് ശരിക്കും 20 സെക്കൻഡ് സമയമാണ് ലഭിക്കാൻ പോകുന്നത്. ഈ നിലവറയിൽ കടന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അർച്ചന പറയും. ലുക്ക് അറ്റ് ദ മോണിറ്റർ. അപ്പൊ ഈ റൗണ്ടിലെ ടാസ്കിന്റെ പേര് ബാസ്കറ്റ് ബലൂൺ എന്നാണ്. ഇവിടെ നല്ലൊരു വലിയ ബാസ്ക്കറ്റ് വരുമ്പോണ്ട് അതിനകത്ത് നേരെ കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ് വരുമ്പോണ്ട്. കൊച്ചിലെയൊക്കെ നമുക്ക് ബലൂൺ പൊട്ടുമ്പോൾ ഹാർട്ട് ബ്രേക്ക് ആണല്ലേ. പക്ഷെ ഇവിടെ ഈ ബാസ്ക്കറ്റിന്റെ ഏറ്റവും അടിയിൽ ഒരു സൂപ്പർ കിടിലൻ ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. ആ ഗിഫ്റ്റ് നമ്മുടെ കൈ കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് ഓരോ ബലൂണുമായിട്ട് എടുത്ത് ഞെക്കി പൊട്ടിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ബലൂണും പുറത്ത് പോകാനും പാടില്ല. എല്ലാ ബലൂണും പൊട്ടിച്ചു കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്തോണ്ട് ഓടാൻ പറ്റത്തുള്ളൂ. അതും വിത്തിൻ 20 സെക്കൻഡ്സ് ഇതെല്ലാം നടക്കാൻ വേണം. ഓടി വന്നു. ജസ്റ്റ് 20 സെക്കൻഡ്സേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ബലൂൺ താഴെ വീഴാൻ പാടില്ല. ഓരോന്നായിട്ട് എടുത്ത് പൊട്ടിക്കണം. ഒരു ഫുൾ ബലൂൺസ് പൊട്ടിച്ചാലേ പറ്റത്തുള്ളൂ. ഈ താഴെ വീണതൊക്കെ പൊട്ടിക്കണം. എന്നിട്ട് അവസാനം മാത്രമേ ഗിഫ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഡോർ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഫാസ്റ്റ് 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 ഫാസ്റ്റ്. താഴെ വീണെല്ലാം പൊട്ടിച്ചാലേ ഗിഫ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഗിഫ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പെട്ടെന്ന്. Door is closed. കുറച്ച് കടുപ്പോയല്ലേ? സമയം തികഞ്ഞില്ലല്ലേ? കുറച്ച് സെക്കൻഡ് കൂടെ തന്നായിരുന്നെങ്കിൽ കിടിലമാക്കിയല്ലേ? 10 സെക്കൻഡ് മതിയായിരുന്നു. ഓൾമോസ്റ്റ് എന്തായിരുന്നു ആ അനുഭവം? വല്ലാത്തൊരു അനുഭവം. ഞാൻ തന്നെ ഇങ്ങനെ മാന്തി എന്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ബലൂൺ പൊട്ടിച്ച് ശീലമില്ലായിരുന്നു? ഇല്ല. പക്ഷെ എന്നാൽ കൂടി ആദ്യമായിട്ടാണോ ബലൂൺ പൊട്ടിക്കുന്നത്? ബലൂൺ പൊട്ടുന്ന കേൾക്കുമ്പോ പേടിയാണ്. ഇങ്ങനെ വീർപ്പിച്ച് കളിക്കുന്നല്ലാതെ പൊട്ടിക്കാറില്ല. പിന്നെ ഒരു സേഫ്റ്റി പിൻ ഉണ്ടായിരുന്നെങ്കിൽ. താങ്ക് യു. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷ്വൽ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. നിങ്ങൾ രണ്ടുപേരും റെഡിയാണല്ലോ? ലയ അവിടെ കൈ എടുത്തു വെച്ചോണ്ടിരിക്കുക. പണ്ട് ഏതോ പാമ്പ് വന്ന് കയറിയിരിക്കുന്ന പോലെ. ലയ ഒന്ന് വെറുതെ വിടുക ബസറിന് കേട്ടോ. കൈയൊക്കെ വയ്ക്കൂ. നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. തലയിലെഴുത്തുണ്ടെങ്കിൽ ഈ നിലവറയിലുള്ള ഗെയിം സ്പിരിറ്റിലാണല്ലേ? ഓ, ആവേശത്തോടെ നിൽക്കുകയാണല്ലേ രാജേഷി? ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഓക്കെ, കീപ് ദാറ്റ്. ഓക്കെ. അടുത്തത് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു ഓഡിയോ റൗണ്ട് ആണ്. ഡയമൂഡ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക. ചോദ്യം ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ. ഏത് ചിത്രത്തിലെ ശബ്ദരേഖയാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്? ചോദ്യം വന്നില്ല. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് രാജേഷി, ഏത് ചിത്രത്തിലെ ശബ്ദരേഖയാണ്? ചോയ്സസ് ഉണ്ടോ സർ? ചോയ്സ് ഇല്ല. ഇതിന് ചോയ്സ് ഇല്ല. ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ കസറിയനെ എന്നുള്ളതാണ് അല്ലേ? ഇത് എന്താ പറയാ, മോഹൻലാൽ ഇതായിട്ട് വരുന്നതാണ്. മറ്റേ മോഹൻലാൽ ഇതായിട്ട് വരുന്ന ചിത്രം ഏതാ? ഹരിഹർ നഗർ. മനുഷ്യരെ കുറിച്ച് അപവാദം പറയരുത്. മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല. താങ്ക് യു ഫോർ ദ ക്ലൂ. അപ്പോ പോയി ആരാംജി. ഞാൻ വിചാരിച്ച മോഹൻലാലിന്റെ പടം എന്നാണ്. അപ്പൊ പിന്നെ വെറുതെ കറക്കി കുത്താനേ പറ്റുള്ളൂ ഇപ്പോ. അപ്പോ ഈ സ്മാർട്ടായിട്ടുള്ള 2 പേർക്കിടയിൽ ആദ്യമായിട്ടൊരു പരാജയം സംഭവിച്ചു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. മകൾക്കറിയാമെന്ന് ചോദിക്കാം. മകളെ, രക്ഷയ്ക്കറിയാമോ? അങ്ങനെയാണെങ്കിൽ ഈ ഊഴം ഞാൻ ഓഡിയൻസിന് കൊടുക്കുന്നു. ഓഡിയൻസ് ആർക്കെങ്കിലും അറിയാമോ? താങ്കളുടെ പേരെന്താ? പോൾ വർഗീസ്. പോള് ഏത് ചിത്രത്തിലെ ശബ്ദരേഖയാണ് ഈ കേട്ടത്? ഗജകേസരി യോഗം. ഉത്തരം ശരിയാണ്. ഗജകേസരി യോഗത്തിലെ ശബ്ദരേഖയാണ്.